പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുരാജ്യമായി കണക്കുകൂട്ടുന്നത് ഇന്ത്യയാണ്. എന്നാൽ പാകിസ്ഥാന്റെ കയ്യിരിപ്പ് കൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ഉള്ളിലും പാകിസ്ഥാനെ ഒരു ശത്രുരാജ്യമായി തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ കഥ അതല്ല. പാകിസ്ഥാന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഒരു രാജ്യം പാകിസ്ഥാനെതിരെ തിരിയുന്നു എന്നുള്ളതാണ്. അതെ, ചൈന പാകിസ്ഥാനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPCC പ്രകാരം അനവധി പദ്ധതികളിൽ ചൈനയുടെ കോടികളാണ് പാകിസ്ഥാനിൽ മുടക്കിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ കൈമാറാനുള്ള നീക്കം നടക്കുന്നു. നിലവിൽ ബലൂചിസ്ഥാൻ, അവിടെയാണ് ചൈന തങ്ങളുടെ ധാതു സമ്പത്ത് ഖനനം ചെയ്യുന്നത്. അവിടെ അനവധി എഞ്ചിനീയർമാരെയും മറ്റുമൊക്കെ ഭീകരാക്രമണത്തിൽ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ ഇടങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയിലെ ഖനന കമ്പനികൾക്ക് ഒരു പെർമിഷൻ പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നു അവിടെ ഖനനം ചെയ്യാൻ. ഇത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നത് ബീജിങ്ങിന്റെ ഔദാര്യമല്ല ഇസ്ലാമാബാദ്, തങ്ങളെ ചൈന ഒരു സാമന്ത രാജ്യമായാണ് കണക്കൂട്ടുന്നതെന്ന് അവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ കൂടി പറയുമ്പോൾ ചൈന പാകിസ്ഥാൻ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ അതിൽ പറയുന്ന കാര്യം, നിലവിൽ ഷഹബാസ് ഷെരീഫും ഒപ്പം തന്നെ മുനീറുമായിട്ട് ഈ അമേരിക്കൻ ഭരണകൂടത്തിന് അടുത്ത ബന്ധമുണ്ട്. ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള ബിസിനസ്സുകൾ ട്രംപിന്റെ കുടുംബവുമായിട്ടാണ് മുനീർ നടത്തുന്നത്. ഇതെല്ലാം കൊണ്ട് ഈ പാകിസ്ഥാൻ അമേരിക്കയുടെ പക്ഷത്തേക്ക് കൂടുതൽ ചായുകയും ചൈനയ്ക്ക് മുൻപ് നൽകാമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ചൈന ഖനനം നടത്തിയിരുന്ന ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ അമേരിക്കൻ കമ്പനികൾക്ക് പെർമിഷൻ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനിലെ ബംഗ്രാം സൈനിക താവളം പിടിച്ചെടുക്കാൻ ഉള്ള ഒരു നീക്കവുമായി അമേരിക്ക വരുന്നു. ഇതിന് പാകിസ്ഥാൻ എല്ലാവിധ സഹായവും നൽകും. ഇത് ചൈനയെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ചൈനയുടെ പണം കൊണ്ട് പണിതുയർത്തിയ ഗദാർ തുറമുഖം അടക്കം, അതിനടുത്തുള്ള എയർപോർട്ട് അടക്കം, ബലൂചിസ്ഥാനിലെ ഖനികൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അമേരിക്ക വരുമ്പോൾ ആ ഭൂമി വെറുതെ അങ്ങ് കൊടുക്കാൻ ചൈന ഒട്ടും തയ്യാറല്ല. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട യുദ്ധവിമാനങ്ങൾ പോലും വൈകിപ്പിക്കുന്ന ഒരു നിലപാടാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ചൈനയ്ക്ക് ഇപ്പോൾ മറ്റൊരു ശത്രു കൂടി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ അമേരിക്കൻ ഭരണകൂടം നീങ്ങുന്ന ഏത് നീക്കത്തിനും പാകിസ്ഥാന് പിന്തുണ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവയെ ശക്തമായി നേരിടുന്നതിന് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന ഒരു രാജ്യവും ചൈന തന്നെ ആയിരിക്കും. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായി തന്നെ അമേരിക്കയുടെ ഒരു കാൽക്കീഴിലേക്ക് പോയി എന്ന് തന്നെയാണ് ചൈന മനസ്സിലാക്കുന്നത്. ഭാവിയിൽ ഒരു യുദ്ധക്കളമായി പാകിസ്ഥാൻ മാറുമെന്നുകൂടി ചില യുദ്ധ വിദഗ്ധർ കൂടി പ്രവചിക്കുന്നു.